ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് ഇൻവോൾവ്സ് ദ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി? ഇപ്പോൾ ഇവിടെ 4 പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ തെർമോഡൈനാമിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പകുതിയോളം ചോദ്യങ്ങളും നമ്മുടെ മുന്നേ നടത്തിയിട്ടുള്ള പല ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള PSC എക്സാംസിനും ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങളാണ് കേട്ടോ. പിന്നെ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യം പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ PSC നടത്തിയിട്ടുള്ള പല ഡിഗ്രി ബേസ്ഡ് എക്സാംസിനും ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ്. നോക്കിക്കേ, ഇപ്പം ഇവിടെ 4 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് പ്രോസസ്സിലാണ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി? എൻട്രോപ്പിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവുന്ന പ്രോസസ്സ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രെച്ചിങ് ഓഫ് എ റബ്ബർ ബാൻഡ് ആണോ, ബോയിലിംഗ് ഓഫ് എഗ് ആണോ, വാട്ടർ കൺവേർട്ടഡ് ടു ഐസ് ആണോ, വാട്ടർ വേപ്പർ ഈസ് കൺവേർട്ടഡ് ടു വാട്ടർ ആണോ? ഇപ്പോൾ 4 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ച് സ്ട്രെച്ച് ചെയ്യുന്നു. അടുത്തത് നമ്മൾ ഒരു മുട്ട പുഴുങ്ങാൻ വെച്ചേക്കുന്നു. രണ്ടാമത്തെ വെള്ളത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഐസ് ആക്കുന്നു. ആൻഡ് നാലാമത്തത് വാട്ടർ വേപ്പറിനെ നമ്മൾ തണുപ്പിച്ച് വെള്ളമാക്കി മാറ്റുന്നു, നീരാവിയെ വെള്ളമാക്കി മാറ്റുന്നു. അപ്പോൾ ഈ 4 പ്രോസസ്സിൽ എവിടെയാണ് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ സാധാരണ നമ്മൾ കണ്ടുവരാറുണ്ട്. എൻട്രോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. എവിടെയാണ് എൻട്രോപ്പി ഇൻക്രീസ് ആവുന്നത്, അല്ലെ എവിടെയാണ് എൻട്രോപ്പി ഡിക്രീസ് ആവുന്നത് തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പം ആദ്യം നമുക്ക് എന്തറിഞ്ഞിരിക്കണം? എന്താണ് എൻട്രോപ്പി? എന്താണ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് ഡിസോർഡർനെസ് ഓഫ് എ സിസ്റ്റം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് ദി റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഡിസോർഡർനെസ്സിനെയാണ് നമ്മൾ ജനറലി എൻട്രോപ്പി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിൽ എന്തുമാത്രം ഡിസോർഡർനെസ് കൂടുതലാണോ നമുക്ക് പറയാം ആ സിസ്റ്റത്തിന് എൻട്രോപ്പി കൂടുതലാണ്. എന്നാൽ ഒരു സിസ്റ്റം ഭയങ്കര ഓർഡേർഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ കേസിൽ അവരുടെ എൻട്രോപ്പി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നമുക്കറിയാം പാർട്ടിക്കിൾസ് എല്ലാം ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഫിക്സ്ഡ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അവരൊരു ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സോളിഡ്സിന്റെ കേസിൽ ഡിസോർഡർനെസ് വളരെ കുറവാണ്. അവർക്കൊരു ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ സോളിഡ്സിന്റെ കേസിൽ ഡിസോർഡർനെസ് കുറവായതുകൊണ്ട് തന്നെ അവരുടെ കേസിൽ അവരുടെ എൻട്രോപ്പി എങ്ങനെയായിരിക്കും? എൻട്രോപ്പി വളരെ കുറവായിരിക്കും. ഇനി ലിക്വിഡ്സിൻ്റെ കേസ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിക്കേ. ലിക്വിഡ്സ് ആകുമ്പോഴത്തേന് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്സ് ഉണ്ട്. പാർട്ടിക്കിൾസിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സോളിഡ്സിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിക്വിഡ്സ് ആയപ്പോഴത്തേന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡിസോർഡർനെസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ സോളിഡ്സിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോളിഡ്സിനെക്കാട്ടിൽ എൻട്രോപ്പി കൂടുതലാണ് ആർക്ക്? സോളിഡ്സിനെക്കാട്ടിൽ ഡിസോർഡർനെസ് കൂടുതലാണ് ആർക്ക്? ലിക്വിഡ്സിന്. സോ ഡിസോർഡർനെസ് കൂടിയത് കൊണ്ട് തന്നെ സോളിഡ്സിനെക്കാട്ടിൽ എൻട്രോപ്പി ആർക്ക് കൂടും? ലിക്വിഡ്സിന് കൂടും. ദെൻ അടുത്തത് ലിക്വിഡ്സിനെ നിന്ന് നമ്മൾ ഗ്യാസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗ്യാസിലോട്ട് പോകുമ്പോൾ എന്താ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത? പാർട്ടിക്കിൾസ് ഭയങ്കര ലൂസ്ലി പാക്ക് ചെയ്തേക്കാണ്. ഓക്കെ, പാർട്ടിക്കിൾസ് ഭയങ്കര ലൂസായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു പാർട്ടിക്കിളും അടുത്ത പാർട്ടിക്കിളും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിന് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു ഓർഡർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുമോ? ഇല്ല. ഇതിപ്പോൾ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു മീൻസ് അവരുടെ ഡിസോർഡർനെസ് ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ അവർക്ക് റാൻഡം ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നു, അതായത് അവരുടെ റാൻഡംനെസ് ഭയങ്കര കൂടുതലാണ്. ദാറ്റ് മീൻസ് ഗ്യാസസിന്റെ കേസിൽ അവരുടെ എൻട്രോപ്പി എങ്ങനെയായിരിക്കും? അവരുടെ എൻട്രോപ്പി ഭയങ്കര കൂടുതലായിരിക്കും, അല്ലേ? അപ്പോൾ ഈ എൻട്രോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, എൻട്രോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാറുള്ളതുമാണ് എക്സാംസിന്. അപ്പോൾ ആദ്യം ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. എൻട്രോപ്പി മീൻസ് ഡിസോർഡർനെസ് അല്ലെങ്കിൽ റാൻഡംനെസ് ആണ്. നമ്മളൊരു സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് സോളിഡ്സിന്റെ കേസിൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. സോ എൻട്രോപ്പി വളരെ കുറവാണ്. ലിക്വിഡ്സ് ആവുന്ന സമയത്ത് ചെറിയ ഒരു ഡിസ്റ്റർബൻസ് മോളിക്യൂൾസിന്റെ ഇടയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. സോ എൻട്രോപ്പി കുറച്ചൊന്നും കൂടി. ആൻഡ് ഗ്യാസസ് ആവുന്ന സമയത്ത് പാർട്ടിക്കിൾസിന് റാൻഡം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റും ഇല്ല അവർക്ക്. അതുകൊണ്ട് തന്നെ ഡിസോർഡർനെസ് ഭയങ്കര കൂടുതലാണ്. സോ എൻട്രോപ്പി ഏറ്റവും കൂടുതൽ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളവർക്കായിരിക്കും. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. അപ്പോൾ നോക്കിക്കേ, ദ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഈസ് ആക്ച്വലി ദ മെഷർ ഓഫ് ദി റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. ആൻഡ് among solid, liquid and gas, the randomness follows the order gas, liquid and solid, and entropy also follows the same order. നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിനെ കൺസിഡർ ചെയ്യുമ്പോൾ എൻട്രോപ്പി ഏറ്റവും കൂടുതൽ, അതുപോലെ റാൻഡംനെസ് ഏറ്റവും കൂടുതൽ ഗ്യാസിനായിരിക്കും. then അതിനെക്കാട്ടിൽ കുറവായിരിക്കും ലിക്വിഡിന്, ആൻഡ് ഏറ്റവും കുറവായിരിക്കും എൻട്രോപ്പി ആർക്ക്? സോളിഡ്സിന്.
Okay, as the temperature of a system increases, the kinetic energy of the molecule increases, and hence the randomness of a system increases, and hence the entropy of a system also increases. Then ഒരു സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ ടെമ്പറേച്ചർ ഓഫ് എ പാർട്ടിക്കിൾ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു മാറ്ററിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി കൂടും അല്ലേ. ഒരു സിസ്റ്റത്തിൻ്റെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരാൾ അനങ്ങാതെ ഒരിടത്ത് ഓർഡർലി അറേഞ്ച് ചെയ്ത് അനങ്ങാതെ ഒരിടത്ത് ഇരിക്കുമ്പോഴാണ് അതിനൊരു ഓർഡർനെസ് ഉള്ളത്, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉള്ളത്. പക്ഷേ അവർക്ക് കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവരവിടെ ചുമ്മാ ഇരിക്കുമോ? ഇല്ല, മോളിക്യൂൾസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും അല്ലേ. അപ്പോൾ മോളിക്യൂൾസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക മീൻസ് അവരുടെ റാൻഡംനെസ് ഭയങ്കരമായിട്ട് കൂടും, അല്ലെങ്കിൽ അവരുടെ ഡിസോർഡർനെസ് ഭയങ്കരമായിട്ട് കൂടും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കേസിൽ എൻട്രോപ്പിക്കും എന്ത് സംഭവിക്കും? എൻട്രോപ്പി ഓൾസോ ഇൻക്രീസസ്, എൻട്രോപ്പിയും ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പം എന്താ ഇവിടെ പറഞ്ഞ കാര്യം? നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസിന് കൈനറ്റിക് എനർജി കിട്ടും, പാർട്ടിക്കിൾസ് റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അതിൻ്റെ ബലമായിട്ട് എന്ത് ചെയ്യും? അവരുടെ ഡിസോർഡർനെസ് കൂടുന്നു. ദാറ്റ് മീൻസ് അവരുടെ എൻട്രോപ്പി ഓൾസോ ഇൻക്രീസസ്. സോ നമുക്ക് എന്താ ടോട്ടലി എന്ത് പറയാം? ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എൻട്രോപ്പി ഓൾസോ ഇൻക്രീസ് ചെയ്യും എന്ന് പറയാം. അപ്പം when at 0 Kelvin the thermal energy is so less then the random motion of the molecules almost ceases, and at this stage we can say that the entropy becomes minimum. ഇനി ഒരു 0 Kelvin ടെമ്പറേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. പാർട്ടിക്കിൾസ് എല്ലാം ഓൾമോസ്റ്റ് നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ട് ഒരിടത്ത് അനങ്ങാതിരിക്കുകയായിരിക്കും. അവർക്ക് കൈനറ്റിക് എനർജി ഒന്നും ഇല്ല. ടെമ്പറേച്ചർ 0 Kelvin ആണ്. സോ എല്ലാവരും ഏകദേശം ഒരു റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുകയാണ്. സോ ആ ഒരു സമയത്തായിരിക്കും ഒരു സിസ്റ്റത്തിൻ്റെ എന്താ റാൻഡംനെസ് ഏറ്റവും കുറവ് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ എൻട്രോപ്പി ഏറ്റവും മിനിമം ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ചിട്ട് റാൻഡംനെസ് കൂടുന്നു, എൻട്രോപ്പി കൂടുന്നു. ആൻഡ് 0 Kelvin ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾസ് എല്ലാം ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ ഓക്കുപ്പൈ ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് അവരുടെ റാൻഡംനെസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ആയിരിക്കും. ദാറ്റ് മീൻസ് അവരുടെ എൻട്രോപ്പി ഏറ്റവും മിനിമം ആയിരിക്കും. ഓക്കെ, ദ സ്ട്രെച്ചിങ് ഓഫ് എ റബ്ബർ ബാൻഡ്. ഇനി എക്സാമ്പിൾസ് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ള 4 എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? സ്ട്രെച്ചിങ് ഓഫ് ദി റബ്ബർ ബാൻഡ്, ബോയിലിംഗ് ഓഫ് എഗ്, വാട്ടർ കൺവേർട്ടഡ് ടു ഐസ് ആൻഡ് വാട്ടർ വേപ്പർ കൺവേർട്ടഡ് ടു വാട്ടർ. അപ്പോൾ ഈ 4 എക്സാമ്പിൾസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് സ്ട്രെച്ചിങ് ഓഫ് റബ്ബർ ബാൻഡ്. നോക്കിക്കേ, when we stretch the rubber band the atoms become more aligned in nature. As they become more aligned, their randomness decreases and thus entropy decreases. അപ്പോൾ നോക്കിക്കേ, നമ്മളൊരു റബ്ബർ ബാൻഡ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വെക്കുന്നു. അപ്പോൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്ന സമയത്ത് മോളിക്യൂൾസ് എല്ലാം കൃത്യമായിട്ട് അലൈൻ ചെയ്യുകയാണ്. ഓക്കെ, നല്ല രീതിയിൽ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പിടിച്ചേക്കുന്ന സമയത്ത് മോളിക്യൂൾസ് എല്ലാം കൃത്യമായിട്ട് ഓരോരോ പൊസിഷൻസിൽ അലൈൻ ചെയ്യും. ദാറ്റ് മീൻസ് അവരൊരു ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിലോട്ട് വരികയാണ്. അപ്പോൾ ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻറ്റിൽ വരികയാണ് മീൻസ് അവരുടെ ഡിസോർഡർനെസ് കുറയുന്നു. ഡിസോർഡർനെസ് കുറയുന്നു മീൻസ് അവരുടെ എൻട്രോപ്പിയും കുറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രെച്ചിങ് ഓഫ് റബ്ബറിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഒരു റബ്ബർ ബാൻഡ് നല്ലപോലെ പിടിച്ച് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് വെൽ ഡിഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽ അലൈൻഡ് ആയിട്ടുള്ള പൊസിഷൻസിലോട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ അവർ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആ സമയത്ത് അവരുടെ കേസിൽ ഭയങ്കര ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഡിസോർഡർനെസ് ഒന്നും തന്നെ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും എന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ, ബോയിലിംഗ് ഓഫ് എഗ്ഗ്. അപ്പോൾ ബോയിലിംഗ് ഓഫ് എഗ്ഗ് നമ്മൾ യൂഷ്വലി ചിന്തിക്കുന്ന സമയത്ത് നോക്കിക്കേ, എഗ്ഗിനകത്തുള്ള പാർട്ടിക്കിൾസ് നമ്മൾ നോർമലി ഒരു മുട്ട എടുക്കുന്ന സമയത്ത് ഒരു സെമി സോൾഡ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുകയാണ് അല്ലേ. നമ്മൾ ആ മുട്ട പുഴുങ്ങി കഴിയുമ്പോഴത്തേനും അത് ഏത് സ്റ്റേറ്റിലോട്ട് പോകും? സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകും അല്ലേ. അപ്പോൾ നമ്മൾ നോർമലി ചിന്തിക്കുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ലിക്വിഡായിട്ടുള്ള ഒരാൾ സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ലിക്വിഡായിട്ടിരുന്നപ്പോൾ അവർക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു, റാൻഡംനെസ് ഉണ്ടായിരുന്നു. പക്ഷേ സോൾഡ് ആയിരുന്ന സമയത്ത് ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. സോ എൻട്രോപ്പി കുറയും. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ചിന്തിക്കുന്നത്. പക്ഷേ നോക്കിക്കേ, ഇവിടെ when an egg is being boiled, it absorbs heat, leads to the denaturation or unfolding of the structure of proteins. And denaturation breaks the hydrogen bonding in proteins and helical structure
unfolds. Hence, the randomness of the molecule increases and entropy of a system also increases. Here, when the egg is boiled, the liquid is converted to solid, yet the entropy increases because the randomness of the molecule increases as they break down. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇപ്പം നമ്മൾ എന്തായാലും ഓപ്ഷനിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ് ഈ ബോയിലിംഗ് ഓഫ് എഗ്. നമ്മൾ യൂഷ്വലി ചിന്തിക്കുന്ന ഇതാണ്, എഗ്ഗ് നോർമലി ഇരിക്കുമ്പോൾ ലിക്വിഡാണ്, നമ്മളത് ബോയിൽ ചെയ്യുമ്പോൾ അത് സോൾഡ് ആവും. അപ്പോൾ എന്തായാലും അവരുടെ റാൻഡംനെസ് കുറയുകയാണ്, സോ അവരുടെ എൻട്രോപ്പി കുറയുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ്, അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആക്ച്വലി നമുക്കറിയാം എഗ് ഈസ് എ പ്രോട്ടീൻ അല്ലേ. എഗ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. നമ്മൾ ഈ മുട്ട ചൂടാക്കാൻ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ ബോയിൽ ചെയ്യാൻ വെക്കുന്ന സമയത്ത് അവിടെ എന്ത് ചേഞ്ചാണ് അല്ലെങ്കിൽ അവിടെ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? നമ്മൾ ഈ മുട്ട ബോയിൽ ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇവിടെ ഈ പ്രോട്ടീനിൻ്റെ ഡീനേച്ചറേഷൻ സംഭവിക്കും. ഓക്കെ, ഈ പ്രോട്ടീൻ മോളിക്യൂൾസിന് ഇതിനകത്തുള്ള പ്രോട്ടീൻ മോളിക്യൂൾസിൻ്റെ ഡീനേച്ചറേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ അതിനകത്തുള്ള ബോൺസിൻ്റെ ബ്രേക്കിംഗ് സംഭവിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത്. ഓർ ഇറ്റ് ലീഡ്സ് ടു ദ ഡീനേച്ചറേഷൻ ഓർ അൺഫോൾഡിങ് ദി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്, അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ ആ ഒരു ഹെലിക്കൽ സ്ട്രക്ചർ അൺഫോൾഡ് ചെയ്യാനായിട്ട് തുടങ്ങും. The denaturation breaks the hydrogen bonding in proteins and the helical structure unfolds. അപ്പോൾ യൂഷ്വലി എന്താ ചെയ്യുന്നത്? ഈ ഡീനേച്ചറേഷൻ ചൂടാക്കുമ്പോൾ ഡീനേച്ചറേഷൻ സംഭവിക്കുന്നു. ഡീനേച്ചറേഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പ്രോട്ടീൻസിനകത്തുള്ള ഹൈഡ്രജൻ ബോൺസ് എല്ലാം ബ്രേക്ക് ചെയ്യുന്നു, അവരുടെ ഹെലിക്കലായിട്ടുള്ള സ്ട്രക്ചർ അൺഫോൾഡ് ചെയ്ത് വരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ ഓർഡേർഡ് ആയിട്ട് ഇരുന്ന പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ ഈ ചൂട് കിട്ടിക്കഴിഞ്ഞ് ഡീനേച്ചറേഷൻ നടന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ്ലി ഒരു ഡിസോർഡേർഡ് സ്റ്റേറ്റിലോട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ ഹെൻസ് the randomness of the molecule increases. അപ്പോൾ ഡിസോർഡർഡ് സ്റ്റേറ്റിലോട്ട് മാറുകയാണ്, മീൻസ് അവരുടെ റാൻഡംനെസ് കൂടി. അപ്പോൾ റാൻഡംനെസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ എൻട്രോപ്പിയും കൂടും. പക്ഷേ യൂഷ്വലി നോക്കിക്കേ, ഹിയർ വെൻ ദ എഗ് ഈസ് ബോയിൽഡ്, എഗ് ബോയിൽ ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് സോൾഡ് ആവുകയാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓർഡേർഡ് അറേഞ്ച്മെന്റിലോട്ട് വന്ന് അവരുടെ എൻട്രോപ്പി കുറയേണ്ടതാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? ഇവിടെ ഈ ഒരു ഡീനേച്ചറേഷൻ സംഭവിച്ചത് കൊണ്ട് മോളിക്യൂൾസ് അൺഫോൾഡ് ചെയ്ത് ഹൈഡ്രജൻ ബോണ്ടിങ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ടാണ് ഒരു എക്സെപ്ഷണൽ കേസ് ഈ ബോയിലിംഗ് ഓഫ് എഗിന്റെ കേസിൽ നമ്മൾ വിചാരിക്കുന്നതിൽ നിന്നും വിപരീതമായിട്ട് അവരുടെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ബോയിലിംഗ് ഓഫ് എഗിൽ നമ്മൾ യൂഷ്വലി കൺസെപ്ച്വലി നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുകയാണ് എന്നാണ് വരുന്നത്. പക്ഷേ ആക്ച്വലി അവിടെ ഡീനേച്ചറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ അവരെ അൺഫോൾഡ് ചെയ്ത് അവരുടെ ഹൈഡ്രജൻ ബോൺസ് എല്ലാം ബ്രേക്ക് ചെയ്ത് അവർ കൂടുതൽ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവരുടെ എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് when the water is converted to ice, എന്ത് സംഭവിക്കും? The water is in liquid state. When this water is converted to ice, it changes into solid state. നോക്കിക്കേ, വെള്ളത്തിനെ ഐസ് ആക്കുന്നു. വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് സ്റ്റേറ്റിലാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ഐസ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇവിടെ ചിന്തിച്ചാൽ മതിയല്ലോ, ലിക്വിഡ് സ്റ്റേറ്റിലാവുമ്പോൾ പാർട്ടിക്കിൾസിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും, ഡിസോർഡർനെസ് ഉണ്ട്, ദാറ്റ് മീൻസ് എൻട്രോപ്പി കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷേ ഐസ് ആവുന്ന സമയത്തോ അത് സോളിഡായി. സോൾഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം ഭയങ്കര ക്ലോസ് ആയിട്ട് വരുന്നു, ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് വരുന്നു. ദാറ്റ് മീൻസ് അവരുടെ എൻട്രോപ്പി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പം വെള്ളം ഐസ് ആവുന്ന സമയത്തും എൻട്രോപ്പിക്ക് എന്ത് സംഭവിക്കുകയാണ്? എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. വെൻ ദ വാട്ടർ വേപ്പർ ഈസ് കൺവേർട്ടഡ് ടു വാട്ടർ, വാട്ടർ വേപ്പറിനെ വെള്ളമാക്കി മാറ്റുന്നു. എന്ത് സംഭവിക്കുന്നു? വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. പാർട്ടിക്കിൾസ് എല്ലാം ഫ്രീ ആണ്, എവിടെ വേണേലും അവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അങ്ങനെയുള്ള ഗ്യാസിനെ പിടിച്ച് നമ്മൾ ആരാക്കുകയാണ്? വാട്ടർ ആക്കുന്നു. ദാറ്റ് മീൻസ് അവരെ ലിക്വിഡ് ആക്കുന്നു. അപ്പോൾ ഗ്യാസ് ലിക്വിഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വരികയാണ്, അതായത് അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഒന്ന് കുറഞ്ഞു. ദാറ്റ് മീൻസ് അവരുടെ എൻട്രോപ്പിയും എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ, അപ്പം സ്ട്രെച്ചിങ് ഓഫ് റബ്ബറിലും വാട്ടർ ഈസ് കൺവേർട്ടഡ് ടു ഐസിലും വാട്ടർ വേപ്പർ ഈസ് കൺവേർട്ടഡ് ടു വാട്ടറിലും ഈ മൂന്ന് കേസിലും എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്ന ഒരേ ഒരു കേസേ ഉള്ളൂ, അത് ഏതാണ്? ബോയിലിംഗ് ഓഫ് എഗ് കേട്ടോ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ബോയിലിംഗ് ഓഫ് എഗ്. അവിടെ മാത്രമേ ഉള്ളൂ എന്ത്? എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നതായിട്ടുള്ളത്. സോറി, സോ അപ്പം ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. What is the efficiency of a Carnot engine that operates between 127 degrees Celsius and 27 degrees Celsius? ഇവിടെ നമ്മുടെ കാർനോട്ട് സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. എഫിഷ്യൻസി കാൽക്കുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്, നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെയും സിങ്കിൻ്റെയും ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ദി ടെമ്പറേച്ചേഴ്സ് 127 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 27 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അതപ്പോൾ സോഴ്സിൻ്റെയും സിങ്കിൻ്റെയും ടെമ്പറേച്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. നമ്മളോട് എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം 50% ആണോ, 25 ആണോ, 75 ആണോ, 33% ആണോ എഫിഷ്യൻസി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് കാർനോട്ട് സൈക്കിളിൻ്റെ കേസിൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പം നോക്കിക്കേ,
The Carnot engine is an ideal reversible engine that operates between two temperatures T1 and T2. The Carnot engine operates through a series of two isothermal and adiabatic processes and are called Carnot cycle. അപ്പോൾ നോക്കിക്കേ, Carnot engine എന്ന് പറഞ്ഞാൽ എന്താണ്? It is an ideal ആണ്, അതുപോലെ ഒരു റിവേഴ്സിബിൾ എഞ്ചിനുമാണ് കേട്ടോ. ഐഡിയൽ റിവേഴ്സിബിൾ എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ വർക്ക് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചേഴ്സ് T1 ആൻഡ് T2. ആൻഡ് T1 ആൻഡ് T2 എന്ന് പറയുന്ന രണ്ട് പെർട്ടിക്കുലർ ടെമ്പറേച്ചേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ടെമ്പറേച്ചേഴ്സിൻ്റെ ഇടയിലാണ് ഈ കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അതിൽ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമ്മൾ സോഴ്സിൻ്റെ ടെമ്പറേച്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമ്മൾ സിങ്കിൻ്റെ ടെമ്പറേച്ചറുമായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. സോഴ്സിൻ്റെയും സിങ്കിൻ്റെയും ടെമ്പറേച്ചേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഈ രണ്ട് ടെമ്പറേച്ചേഴ്സിൻ്റെ ഇടയിലാണ് നമ്മുടെ കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ദ കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റ്സ് ത്രൂ എ സീരീസ് ഓഫ് ടു ഐസോതെർമൽ ആൻഡ് അഡയബറ്റിക് പ്രോസസ് ആൻഡ് ആർ കോൾഡ് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ ഈ കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് 4 ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ അണ്ടർഗോൺ ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയും. ദാറ്റ് മീൻസ് അത് എവിടെ നിന്നാണോ, ഏത് പ്രോസസ്സിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, വീണ്ടും തിരിച്ച് അവിടെ വന്ന് എൻഡ് ചെയ്യുന്നു, അത് റിപ്പീറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ജനറലി 4 ഡിഫറെൻറ്റ് പ്രോസസ്സസ് ആണ് നമ്മുടെ കാർനോട്ട് സൈക്കിളിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. രണ്ട് എക്സ്പാൻഷൻ പ്രോസസ്സും 2 കംപ്രഷൻ പ്രോസസ്സും ആണുള്ളത്. അതിൽ എക്സ്പാൻഷൻ പ്രോസസ്സ് രണ്ടും ഐസോതെർമൽ എക്സ്പാൻഷനും അഡയബറ്റിക് എക്സ്പാൻഷനുമാണ്. ആൻഡ് കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡയബറ്റിക് കംപ്രഷൻ. ആൻഡ് ഈ 4 പ്രോസസ്സും കൂടെ കമ്പൈൻ ചെയ്തതാണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡയബറ്റിക് കംപ്രഷൻ. ഈ 4 പ്രോസസ്സും കൂടെ കമ്പൈൻ ചെയ്തതാണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ, ഇനി നോക്കിക്കേ നമുക്ക് എങ്ങനെയാണ് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഇക്വേഷൻ നോക്കിക്കുക. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ W/Q ആണ്. ഓക്കെ, W/Q. W എന്ന് പറഞ്ഞാൽ വർക്ക് ആൻഡ് Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. അപ്പോൾ അത് രണ്ടും ചോദ്യത്തിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. വർക്ക് ഡൺ ബൈ ദി കാർനോട്ട് എഞ്ചിനും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊവൈഡഡും തന്നിട്ടുണ്ടെങ്കിൽ W/Q എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അല്ല, നമുക്ക് Q1 ഉം Q2 ആണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് Q1 - Q2/Q1 അല്ലെങ്കിൽ 1 - Q2/Q1 ഈ 2 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഇക്വേഷൻ യൂസ് ചെയ്യും. ഇപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് തന്നേക്കുന്ന T1 ഉം T2 ആണ്. അതിന് പകരം Q1 ഉം Q2 ഉം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. Q1 - Q2 / Q1. ദാറ്റ് മീൻസ് 1 - Q2/Q1. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പം നമുക്കറിയാം Q2/Q1 എന്ന് പറയുന്നത് T2/T1 തുല്യമാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ കാർനോട്ട് സൈക്കിൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് അത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പറഞ്ഞ അതിൻ്റെ ഡെറിവേഷൻ പാർട്ടൊന്നും നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രം കേട്ടോ. അപ്പം Q2/Q1 എന്ന് പറയുന്നത് T2/T1 ഇക്വലൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനകത്ത് Q2/Q1 റീപ്ലേസ് ചെയ്ത് എന്ത് കൊടുക്കാം? 1 - T2/T1 എന്ന് കൊടുക്കാം. ഓക്കെ, 1 - T2/T1 എന്ന് കൊടുക്കാം. അപ്പം നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്തായി? എഫിഷ്യൻസി ഈക്വൽ ടു 1 - T2/T1. അതിൽ T1 എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ആണ്. ആൻഡ് T2 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് സിങ്കും ആണ്. ഓക്കെ, അപ്പം അത് രണ്ടും ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പം നോക്കിക്കേ, നമുക്ക് T1 എന്ന് പറയുന്നത് സോഴ്സിൻ്റെ ടെമ്പറേച്ചർ 127 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? 400 കെൽവിൻ ആവും അല്ലേ? 400 കെൽവിൻ എന്നായി. ആൻഡ് T2 എന്ന് പറയുന്നത് സിങ്കിൻ്റെ ടെമ്പറേച്ചർ, അത് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. അതിനെയും 273 ആഡ് ചെയ്യുമ്പോഴത്തേന് എന്ത് വന്നു? 300 കെൽവിൻ എന്ന് വന്നു. ഓക്കെ, അപ്പം നമുക്ക് T1ൻ്റെ വാല്യൂ 400 കെൽവിൻ എന്നും കിട്ടി, T2ൻ്റെ വാല്യൂ 300 കെൽവിൻ എന്നും കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാം? 1 - 300/400 ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 400 - 300 ഡിവൈഡഡ് ബൈ 400 വിച്ച് ഈസ് 100/400 ഓർ 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 25%. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കിട്ടി. എത്രയാണ്? 25%. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി 25% എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. നമ്മൾ എഫിഷ്യൻസിയെ ക്യൂവിൻ്റെ ടേംസിലാണ്, Q1 ഉം Q2 ആണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളതെങ്കിൽ 1 - Q2/Q1 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അല്ല,
T1 ഉം T2 ആണ് തന്നിട്ടുള്ളെങ്കിൽ 1 മൈനസ് T2 ബൈ T1 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ T1 മൈനസ് T2 ബൈ T1 എന്നും കിട്ടും. അതിൽ T1 എന്ന് പറയുന്നത് എപ്പോഴും സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും ആൻഡ് T2 എന്ന് പറയുന്നത് എപ്പോഴും സിങ്കിൻ്റെ ടെമ്പറേച്ചറും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഓപ്ഷൻ ബി 25% എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്സ്? ഒരു ഐസോകോറിക് പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും അവിടെ കോൺസ്റ്റൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം ആണോ, എൻട്രോപ്പി ആണോ, ടെമ്പറേച്ചർ ആണോ, പ്രഷർ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഐസോകോറിക് പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സ്, ഐസോതേർമൽ പ്രോസസ്സ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ടേംസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഓരോ കേസസിലും എന്താണ് കോൺസ്റ്റൻ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഐസോകോറിക് പ്രോസസ്സിൽ എന്താണ് കോൺസ്റ്റൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, വോളിയം ആണോ, എൻട്രോപ്പി ആണോ, ടെമ്പറേച്ചർ ആണോ, പ്രഷർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, എൻട്രോപ്പി ആണ് ഒരു പ്രോസസ്സിൽ കോൺസ്റ്റൻ്റ് എങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഐസോ എൻട്രോപ്പിക് പ്രോസസ് എന്നാണ് കേട്ടോ. എൻട്രോപ്പി ഒരു പ്രോസസ്സിൽ കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോ എൻട്രോപ്പിക് പ്രോസസ്സ്. ഇനി ടെമ്പറേച്ചർ ആണ് ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൽ കോൺസ്റ്റൻ്റ് എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോ തേർമൽ പ്രോസസ്സ്. എന്താണ്, ടെമ്പറേച്ചർ ഒരു പ്രോസസ്സിൽ കോൺസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ തെർമൽ പ്രോസസ്സ്. ഇനി ഒരു സിസ്റ്റത്തിൽ പ്രഷറാണ് കോൺസ്റ്റൻ്റ് എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്സ്. എന്താണ്, ഒരു സിസ്റ്റത്തിൽ പ്രഷറാണ് കോൺസ്റ്റൻ്റ് എങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്സ്. ഓക്കെ, അപ്പം എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐസോ എൻട്രോപ്പിക് പ്രോസസ്സ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐസോ തെർമൽ പ്രോസസ്സ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഐസോബാറിക് പ്രോസസ്സ്. അപ്പം വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും വിളിക്കുക, ഐസോ കോറിക് പ്രോസസ് കേട്ടോ. ഐസോകോറിക് പ്രോസസ് എന്ന് വിളിക്കുന്നത് വോളിയം ഒരു സിസ്റ്റത്തിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പം അങ്ങനെയുള്ള സിസ്റ്റത്തിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കുറച്ച് അഡീഷണൽ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഐസോതെർമൽ പ്രോസസ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. നമ്മൾ പറഞ്ഞു ഐസോ തെർമൽ എന്ന് കാണുമ്പോഴേ ഐസോ മീൻസ് സെയിം, തെർമൽ മീൻസ് ടെമ്പറേച്ചർ. അപ്പോൾ സെയിം ടെമ്പറേച്ചർ ഓർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയും. ദെൻ അടുത്ത അഡയാബറ്റിക് പ്രോസസ്സ്. എന്താണ് അഡയാബറ്റിക് പ്രോസസ്സ്? അപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ സിസ്റ്റത്തിനകത്തേക്കോ സിസ്റ്റത്തിൽ നിന്ന് വെളിയിലേക്കോ പ്രത്യേകിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ അഡയാബറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഇൻ വിച്ച് ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് ഔട്ട്സൈഡ്. അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റത്തിനെയാണ് അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് അഡയാബറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. എ പ്രോസസ് ഇൻ വിച്ച് ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ഈസ് കോൾഡ് അഡയാബറ്റിക് പ്രോസസ്. ദെൻ ഐസോബാറിക് എന്ന് പറയുമ്പോഴത്തേന് പ്രോസസ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ദെൻ ഐസോകോറിക് എന്ന് പറയുമ്പോഴത്തേന് ദ പ്രോസസ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വോളിയമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവാം. ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എ പ്രോസസ് ഈസ് ഓൾവേസ്. ഒരു പ്രോസസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ആണോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ അതോ നെഗറ്റീവ് ഓർ സീറോ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ആണോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ ഓർ നെഗറ്റീവ് ഓർ സീറോ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് ആൻസറിലോട്ട് പോകാം. അപ്പോൾ നോക്കുക, ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ക്യാൻ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. നോക്കിക്കേ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ നമുക്ക് നെഗറ്റീവേ ആകാവൂ അല്ലെങ്കിൽ പോസിറ്റീവേ ആകാവൂ എന്ന് പറയാൻ പറ്റില്ല. നെഗറ്റീവും ആകാം, പോസിറ്റീവും ആകാം. When enthalpy of formation is negative, it indicates that the formation of a compound is exothermic, and if it is positive, then it indicates that the formation of a compound is endothermic. അപ്പം എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ നമുക്ക് പോസിറ്റീവേ ആകാവൂ നെഗറ്റീവേ ആകാവൂ എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ വാല്യൂസ് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. പിന്നെ വ്യത്യാസം വരുന്നത് എവിടെയാണ്? ഒരു എക്സോതെർമിക് പ്രോസസ് ആണ് എന്നുണ്ടെങ്കിൽ എക്സോതെർമിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ എപ്പോഴും എന്തേ വരുള്ളൂ? നെഗറ്റീവേ വരത്തുള്ളൂ. ആൻഡ് ഒരു എൻഡോതെർമിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ എപ്പോഴും എന്തേ വരുള്ളൂ?
പോസിറ്റീവേ വരുള്ളൂ കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കുക. എക്സോതെർമിക് പ്രോസസ്സിൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നെഗറ്റീവും ആൻഡ് എൻഡോതെർമിക് പ്രോസസ്സിൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവുമായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇവിടെ എന്തായിരുന്നു ചോദിച്ചത്? ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എ പ്രോസസ് ഈസ് ഓൾവേസ്, ഒരു പ്രോസസ്സുമായിട്ട് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? പോസിറ്റീവ് ആണോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, നെഗറ്റീവ് ഓർ സീറോ ആണോ, ഏതാണ്? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ബേസ്ഡ് ഓൺ ദ പ്രോസസ് ഈസ് എക്സോതെർമിക് ഓർ എൻഡോതെർമിക് കേട്ടോ. എക്സോതെർമിക് ആണോ പ്രോസസ്സ് അതോ എൻഡോതെർമിക് ആണോ പ്രോസസ്സ് എന്നതിനെ ബേസ് ചെയ്തിട്ട് അവരുടെ വാല്യൂ ഒന്നെങ്കിൽ പോസിറ്റീവ് വരാം അല്ലെങ്കിൽ നെഗറ്റീവ് വരാം കേട്ടോ. രണ്ടിൽ ഏത് വേണേലും വരാം. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ബാക്കി കുറച്ച് ചോദ്യങ്ങളിലൂടെ ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.